Good morning. കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റാണല്ലേ നിങ്ങൾക്ക്? ഓക്കെ. കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മളെ കണ്ടിട്ട്, 2 ആഴ്ചകളായി നമുക്ക് ക്ലാസ് കിട്ടിയിട്ട്. എന്താ പറയാ, നമുക്ക് കഴിഞ്ഞ ആഴ്ച ഓണത്തിന്റെ ഒഴിവായിരുന്നു. അതിന് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നായിരുന്നല്ലോ, വ്യാഴാഴ്ചയും ഉണ്ടായിരുന്നില്ല ക്ലാസ്. അപ്പോ ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? യെസ്. ഓക്കെ. അപ്പോ നമ്മൾ വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് മടങ്ങി വരികയാണ്. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ് നമ്മൾ എടുത്തോണ്ടിരുന്ന ഓർക്കുന്നുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന? സെലക്ഷൻ പ്രൊസീജിയർ ആണ് അല്ലെ? സെലക്ഷൻ പ്രൊസീജിയർ, അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ ആ ടേബിൾ കണ്ടില്ലേ? സെലക്ഷൻ പ്രൊസീജിയർ എത്ര 6 സ്റ്റെപ്പുകളാണ് പറഞ്ഞേക്കുന്നത്. സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്, സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂസ്, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഹയറിംഗ് ഡിസിഷൻ. ലാസ്റ്റത്തെ ആണ് ഹയറിംഗ് ഡിസിഷൻ. ഇങ്ങനെ 6 സ്റ്റെപ്സുകളാണ് ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ പറയുന്നത് അല്ലെ? അതിൽ നമ്മൾ എത്ര എണ്ണം പറഞ്ഞു? 4 എണ്ണം പറഞ്ഞു. മെഡിക്കൽ എക്സാമിനേഷൻ അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? മെഡിക്കൽ എക്സാമിനേഷന്റെ ഫസ്റ്റ് പാരഗ്രാഫ് വരെയല്ലേ നമ്മള് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്? യെസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് അവിടെ? മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദ സ്യൂട്ടബിലിറ്റി ഓഫ് എ കാൻഡിഡേറ്റ് ഫോർ എ ജോബ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആ ജോബ് പൊസിഷൻ നിർവഹിക്കാൻ കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിൾ ആണോ, അതാണ് മെഡിക്കൽ എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നു? ആൻഡ് ഇറ്റ് പ്രിവെന്റ് ഹിസ് ട്രാൻസ്ഫർ ടു അതർ ജോബ് പൊസിഷൻ. ഇനിയിപ്പോ മെഡിക്കൽ എക്സാമിനേഷൻ ഒന്നും ചെയ്യാത്ത ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ അതിന് ഫിറ്റ് അല്ലെങ്കിൽ അവര് വേറെ പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ? അപ്പൊ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് അവര് കറക്റ്റ് സ്യൂട്ടബിൾ ആണ്, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ അവിടെ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നെ ട്രാൻസ്ഫർ ഒഴിവാക്കാൻ പറ്റും. ആൻഡ് പ്രിവെന്റ് ഹിസ് ട്രാൻസ്ഫർ ടു അതർ ജോബ് പൊസിഷൻ. നമ്മുടെ ശാരീരിക നില, നമ്മുടെ കാഴ്ച, കേൾവി അല്ലെ, ഇതൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് ആ ഒരു പൊസിഷൻ നിർവഹിക്കാനായിട്ട് അവർ ആപ്റ്റാണോ, അതാണ് മെഡിക്കൽ എക്സാമിനേഷനിലൂടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അവർക്ക് എന്താ പറയാ, ഒരു അപകടങ്ങളൊന്നും കൂടാതെ ഹെൽത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല, അവർ ആ ജോലിക്ക് ഫിറ്റ് ആണ്, അങ്ങനെയുള്ളവരെയാണ് അതിലേക്ക് എടുക്കുന്നത്. അപ്പൊ വേറെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ അവർക്ക് ആ ഒരു പൊസിഷൻ സ്മൂത്ത് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. A medical examination is performed to place the right candidate at the right job. അണ്ടർലൈൻ ചെയ്തിട്ട്, മെഡിക്കൽ എക്സാമിനേഷൻ എന്തിനു വേണ്ടി നിർവഹിക്കുന്നത്, എന്തിനു വേണ്ടി പെർഫോം ചെയ്തത്? To place the right candidates at the right job. ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ശരിയായ ജോലിക്ക് അത് സ്യൂട്ട് ആക്കുകയാണ് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത്. Where they can function without any kind of ill. and അവർക്ക് വേറെ രോഗങ്ങളൊന്നും കൂടാതെ or ill effect or loss is to their health. അവരുടെ ആരോഗ്യത്തിന് വേറെ ദോഷമൊന്നും ഇല്ലാതെ അവർക്ക് എന്താ പറയാ, നല്ല രീതിയിൽ അല്ലെ, ശരിയായ ജോലിക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. അവര് മെഡിക്കലി ആ ജോലിക്ക് ഫിറ്റ് ആണെങ്കിൽ പിന്നെ ആ ജോലി കയറുമ്പോൾ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെ, ഹെൽത്തിന് വേറെ പ്രശ്നമോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അത് അങ്ങനെ നമ്മൾ ആ ഒരു ജോലി കറക്റ്റ് ഫിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, എന്താ പറയാ, വേറെ രോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ ശരിയായിട്ടുള്ള ആ കാൻഡിഡേറ്റ്സിനെ ശരിയായ ജോലിക്ക് പെർഫോം ചെയ്യാണ്, അതിനുവേണ്ടി നിർവഹിക്കുകയാണ് ആ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഇറ്റ് ഈസ് ജനറലി പെർഫോംഡ് ബൈ ദ ഓർഗനൈസേഷൻ ഓൺ ഫിസിഷ്യൻ. ഇത് ആരാ ഈ മെഡിക്കൽ എക്സാമിനേഷൻ നിർവഹിക്കുന്നത്? ആരാ? അണ്ടർലൈൻ ചെയ്തേ. ആ ഓർഗനൈസേഷന്റെ സ്വന്തം ഫിസിഷ്യൻ ഓർ എ മെഡിക്കൽ ഓഫീസർ, അല്ലെങ്കിൽ ആർക്ക് ചെയ്യാൻ പറ്റും? മെഡിക്കൽ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ അനുമതിയുള്ള മെഡിക്കൽ ഓഫീസറിനോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ സ്വന്തം ഫിസിഷ്യനോ ഈ മെഡിക്കൽ എക്സാമിനേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തോണ്ട് 2 സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഇസ് ജനറലി പെർഫോംഡ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ആ ഓർഗനൈസേഷന്റെ സ്വന്തം ഫിസിഷ്യനോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ, അതായത് ആ ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള മെഡിക്കൽ ഓഫീസറിനോ ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ പറ്റും.
Then അടുത്തത് നോക്കിയ അഞ്ചാമത്തെ സ്റ്റെപ്പ് ആണ് റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. റെഫറൻസ് ചെക്ക്, റെഫറൻസ് നോക്കും, അതുപോലെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അത് വെരിഫൈ ചെയ്യും. അതും സെലക്ഷൻ പ്രോസസ്സിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ്. Okay, selection procedure includes the steps of reference check and background verification. For the purpose of revealing more information regarding the candidates. Candidates ne sambandhikkunna koodal vivarangal nedunnathinu vendiyittaanu ee reference check and background verification enna oru step ee selection procedure il ulpeduthirikkunnathu. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. റിവീലിംഗ് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. റിവീലിംഗ് മോർ നേടുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് ഉദ്ദേശം? പർപ്പസ് ഓഫ് റിവീലിംഗ് മോർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നേടുക. അതാണ് ഈ റെഫറൻസ് ചെക്ക് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. Then, organization requests the candidate for some reference from whom they can gain some more information. ഇനി എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ റിക്വസ്റ്റ് ദ കാൻഡിഡേറ്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്താ? ഫോർ സം റെഫറൻസ്, എന്തെങ്കിലും റെഫറൻസുകൾക്ക്, റെഫറൻസിനായിട്ട് ഈ സ്ഥാപനം കാൻഡിഡേറ്റ്സിനോട് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഫ്രം whom they can gain some more information. എന്താ? കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനായിട്ട് എന്തെങ്കിലും റെഫറൻസ് വേണം. റെഫറൻസുകൾക്കായിട്ട് ഈ ഓർഗനൈസേഷൻ ആ കാൻഡിഡേറ്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അഭ്യർത്ഥിക്കുന്നു. എന്തിനാ? അവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നേടാനായിട്ട് റെഫറൻസ് വേണം എന്നുള്ളത്. അങ്ങനെ ആ റെഫറൻസിനുള്ള ഒരു റിക്വസ്റ്റ് കാൻഡിഡേറ്റ്സിന് ആ സ്ഥാപനം കൊടുക്കുന്നു. ദിസ് ഇൻഫർമേഷൻ, ഇനി എന്തൊക്കെയാണ് ആ ഇൻഫർമേഷൻ? റെഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിലും ഉൾപ്പെടുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാന്ന് നോക്കിയേ. മേ ബി കൺസേൺ വിത്ത് ദർ ബാക്ക്ഗ്രൗണ്ട്. അവർക്കുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ, അല്ലെ? നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണോ, അല്ലെങ്കിൽ വല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണോ, അല്ലെ? അവര് ഓക്കെ ആണോ? ആ പൊസിഷനിൽ ഓക്കെ ആണോ? അപ്പൊ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ. അപ്പൊ ആ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ആ റെഫറൻസിൽ വരുന്ന ഇൻഫർമേഷൻ എന്തിനെയൊക്കെ സംബന്ധിച്ചാകാം? എന്തൊക്കെയാ? ബാക്ക്ഗ്രൗണ്ട്, അവർക്കുടെ ക്യാരക്ടർ, സ്വഭാവം, വർക്കിംഗ്, അവരുടെ പ്രവർത്തനം, ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് ആകാം. അണ്ടർലൈൻ ചെയ്തേ. ഇൻഫർമേഷൻ മേ ബി. അപ്പൊ റെഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്തുള്ള ഇൻഫർമേഷൻ എന്തിനെ ബന്ധപ്പെട്ടിട്ടാകാം? എന്തിനെ സംബന്ധിക്കുന്നതാകാം? അവർക്കുടെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം, ഇതിനെയൊക്കെ സംബന്ധിക്കുന്നതാവാം. ദിസ് റെഫറൻസ് മേ ഇൻക്ലൂഡ്, ഈ റെഫറൻസിൽ ഉൾപ്പെടുന്നത് ഏതാ? എക്സ് എംപ്ലോയേഴ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിന്റെ എക്സ് എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞതാ ആരാണ്? ആ കാൻഡിഡേറ്റ്സ് മുമ്പ് ജോലി ചെയ്ത സ്ഥാപനം ഇല്ലേ, അവിടുത്തെ മുമ്പ് ജോലി ചെയ്ത കമ്പനിയിലെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയൊക്കെയാണ് എക്സ് എംപ്ലോയേഴ്സ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ വേറെ സ്ഥാപനത്തിൽ നേരത്തെ വർക്ക് ചെയ്ത, അപ്പൊ പുതിയൊരു ഓഫീസിലേക്ക് ഞാൻ കയറുമ്പോൾ റെഫറൻസിന് എനിക്ക് എന്ത് അവർക്ക് നോക്കാം? പഴയ കമ്പനിയിൽ അയാൾ എങ്ങനെയാണ്, അല്ലെ? വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, കൃത്യമായിട്ട് വരുന്ന ആളാണോ? അപ്പൊ ഈ കമ്പനിക്ക് പഴയ കമ്പനിയിലെ ആ സ്ഥാപനത്തിനെ റെഫറൻസ് ആയിട്ട് എടുക്കാൻ പാടില്ലേ? ക്ലിയർ ആവണ്ടോ? നിങ്ങക്ക് പറയണേ. അപ്പം അയാള് ആ ഒരു കാൻഡിഡേറ്റ്സ് മുന്നേ ജോലി ചെയ്ത സ്ഥാപനത്തെ നമുക്ക് റെഫറൻസിനായിട്ട് എടുക്കാം. പിന്നെയോ പീപ്പിൾ ഫ്രം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷണൽ സ്ഥാപനത്തില്, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് പഠിച്ച സ്ഥാപനമില്ലേ, അവിടെ വേണ്ടിക്ക് റെഫറൻസിനായി നോക്കാം. ആ കുട്ടി പഠിച്ചത് എവിടെയാണ്, അവിടെ ആളെങ്ങനെയാണ്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ക്യാമ്പസിൽ ഉണ്ടാക്കിയതാണോ, അങ്ങനെ എന്തെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്വേഷിക്കാം. or some other important people who know the candidate's attitude and skill. ഇനി എന്താ പറഞ്ഞേക്കണേ? നമുക്ക് ഈ കാൻഡിഡേറ്റ്സിന്റെ സ്വഭാവവും കഴിവുകളും ഒക്കെ അറിയുന്ന ആളുകളില്ലേ, അവരെ നമുക്ക് റെഫറൻസിനായിട്ട് എടുക്കാം. ക്ലിയർ ആയ 3 കാര്യങ്ങള് അണ്ടർലൈൻ ചെയ്തോട്ട്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. റെഫറൻസിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നതെന്ന്.
അതായത് കാൻഡിഡേറ്റ്സ് മുന്നേ ജോലി ചെയ്ത സ്ഥാപനത്തെ റെഫറൻസ് ആയിട്ട് എടുക്കാം. പിന്നെ അവര് ആ കാൻഡിഡേറ്റ്സ് മുന്നേ പഠിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ എടുക്കാം. പിന്നെ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് അവരുടെ സ്വഭാവത്തെയും കഴിവുകളെയൊക്കെ കുറിച്ച് അറിയാവുന്ന ആളുകളെയും നമുക്ക് റെഫറൻസിനായിട്ട് എടുക്കാം. നമ്മൾ പറയില്ലേ ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ, അപ്പൊ അവന്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും ചോദിക്കാം അല്ലെ, എങ്ങനെയാണ് ആൾ ഓക്കെ ആണോ എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതും റെഫറൻസിനായിട്ട് എടുക്കാം. അണ്ടർലൈൻ ചെയ്ത 3 കാര്യങ്ങള്. In India, references are not supposed to be much importance due to their subjectivity. ഇന്ത്യയില് ഈ റെഫറൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നാ പറഞ്ഞേക്കണേ. അവരുടെ ആ ഒരു സബ്ജക്ടിവിറ്റി, അവരുടെ ആ ഒരു ഇത് കാണിക്കുന്നതിൽ റെഫറൻസിന് വലിയ ഇതൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമല്ലെങ്കിലോ അതിന് വേറെ പ്രൂഫ് ഒന്നും ഇല്ല അല്ലെ. ഇപ്പൊ എന്റെ ഫ്രണ്ടാണ്, ഇപ്പൊ എന്താ പറയാ അപർണയുടെ കുറിച്ച് എന്നോട് ചോദിക്കുമ്പോ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞു കൊടുക്കോളൂ അല്ലെ. ഓക്കെയാണ്, ആള് നല്ല ഓക്കെ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കോളൂ. ചിലപ്പോ ചില മൈനസുകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ അതൊന്നും പറയൂല എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് ആ റെഫറൻസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുമോ? ഇന്ത്യയില് ആ റെഫറൻസിന് അധികം ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. വിച്ച് നോക്കിയേ, ബട്ട് they are important source of valuable information. പക്ഷെ അതെന്താണ്, നമുക്ക് വിലപ്പെട്ട വിവരങ്ങൾ കിട്ടും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വിലപ്പെട്ട വിവരങ്ങൾ കിട്ടും. which cannot be obtained from any other source. മറ്റ് സോഴ്സിൽ നിന്ന് ലഭിക്കാത്ത കുറച്ച് വാല്യുബിൾ ഇൻഫർമേഷൻസ് കിട്ടും. ഇപ്പൊ ആപ്ലിക്കേഷൻ ഫോംസിലൊക്കെ ആണെങ്കിലും നമ്മളാണെങ്കിൽ ബയോഡേറ്റയിലൊക്കെ ആണെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ, ചോദിക്കുന്ന കാര്യങ്ങള്. ഇത് നമുക്ക് നേരിട്ട് ചോദിക്കുന്നത് കൊണ്ട് അവിടെ വലിയ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്നോ ബയോഡേറ്റയിൽ നിന്നൊക്കെ കിട്ടാത്ത നമുക്ക് വിലപ്പെട്ട ഇൻഫർമേഷൻസ് ഈ റെഫറൻസ് വഴി കിട്ടും. Okay, clear അല്ലേ? But they are important source of valuable information which cannot be obtained from any other sources. മറ്റ് സോഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കാത്ത വിലപ്പെട്ട ഇൻഫർമേഷൻസ് ഈ റെഫറൻസ് ലൂടെ നമുക്ക് കിട്ടും, ആ സ്ഥാപനത്തിന് കിട്ടും, ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച്. അതനുസരിച്ച് ആ ജോലിക്ക് ശരിയായ കാൻഡിഡേറ്റ്സിന് നമുക്ക് നിയമിക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണോ? യെസ്. റോഷ്നി മാത്രമുള്ളോ? റോസ്ലിൻ, നബീല, ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇനി അടുത്ത് നോക്കിയേ, ലാസ്റ്റത്തെ സ്റ്റെപ്പ് ആണ് ഹയറിംഗ് ഡിസിഷൻ ഓർ അപ്രൂവൽ. അതൊക്കെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ അല്ലേ? അണ്ടർലൈൻ ചെയ്ത യെസ്. ഹയറിംഗ് ഡിസിഷൻ ഓർ അപ്രൂവൽ by appropriate authority. ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് സെലക്ഷൻ പ്രോസസ്സിൽ. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യും? ഹയർ ചെയ്യും അല്ലെ. നമ്മുടെ നിയമന തീരുമാനം എടുക്കാനാണ്. നിയമന തീരുമാനം എടുക്കാനാണ്. ഏതാ ലാസ്റ്റ് പോയിന്റ് ആണ് ഒന്നുകൂടി പറയേണ്ടത്. അതായത് ഈ റെഫറൻസിൽ നിന്ന് നമുക്ക് കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് കിട്ടും. അത് നമുക്ക് മറ്റുള്ള സോഴ്സിൽ നിന്ന് ലഭിക്കാത്ത, അതായത് ആപ്ലിക്കേഷൻ ഫോമിൽ നിന്നോ ബയോഡേറ്റയിൽ നിന്നോ ഒക്കെ ലഭിക്കാത്ത കുറച്ചും കൂടി വിലപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് ഈ റെഫറൻസ് വഴി നമുക്ക് ഓർഗനൈസേഷനിൽ കിട്ടും. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതാണോ? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് നമ്മള് അതെന്താണ് പർപ്പസ് എന്നുള്ളത് കേട്ടോ. വെരിഫിക്കേഷൻ പർപ്പസ് ഓഫ് റിവീലിംഗ് മോർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സ്. പിന്നെ പറഞ്ഞത് ഇൻഫർമേഷൻ എന്തിനെ സംബന്ധിക്കുന്ന ആകാം, ബാക്ക്ഗ്രൗണ്ട്, ക്യാരക്ടർ, വർക്കിംഗ് അതിനെയൊക്കെ സംബന്ധിക്കുന്ന ആകാം. പിന്നെ റെഫറൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് 3 കാര്യങ്ങൾ അത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ നോക്കി വെക്കാം. അടുത്തതാണ് ഹയറിംഗ് ഡിസിഷൻ. ഇനി ലാസ്റ്റ് എന്താണ്? നിയമന തീരുമാനമാണ്. അയാളെ നിയമിക്കുകയാണ്, ആ ഒരു തീരുമാനം എടുക്കാണ്. ഓർ അപ്രൂവൽ, അംഗീകാരം കൊടുക്കാണ്. ആര്? അപ്രോപ്രിയേറ്റ് അതോറിറ്റി, അതിന് ബന്ധപ്പെട്ട അതോറിറ്റി അവർക്ക് അപ്രൂവൽ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നിയമന തീരുമാനം എടുക്കുകയാണ്. ഫൈനലി ബേസ്ഡ് ഓൺ ദ എബോവ് സ്റ്റെപ്സ്. അപ്പൊ ഈ മുകളിൽ പറഞ്ഞേക്കുന്ന 5 സ്റ്റെപ്പുകളും അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഈ കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഹയർ ചെയ്യാണ്, അങ്ങോട്ടേക്ക് നിയമിക്കുകയാണ്. The appropriate candidates are recommended for selection by the personnel department or selection committee may hold the responsibility of finalizing the candidates for the job. അപ്പൊ ആരാണ് ഫൈനലൈസ് ചെയ്യുന്നത്?
ആ ടോപ്പ് മാനേജ്മെന്റ്. അതായത് നോക്കിയേ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞതിന് ശേഷം അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യും. അവർ ഓക്കെയാണ്, ആ ജോലിക്ക് ഓക്കെയാണ്. എന്തിന്? ഫോർ സെലക്ഷൻ. സെലക്ഷന് വേണ്ടി ഈ അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യും. ബൈ ആര്? പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഓർ ദ സെലക്ഷൻ കമ്മിറ്റി. അവര് എന്ത് ചെയ്യണം? സെലക്ഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അയാളെ നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് റെക്കമെൻഡ് ചെയ്യും. മേ ഹോൾഡ്, അവർക്കാണ് റെസ്പോൺസിബിലിറ്റി ഫോർ ഫൈനലൈസിംഗ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ ജോബ്. ആ ജോലിയില് കാൻഡിഡേറ്റ്സിനെ അവസാനം ഫൈനലൈസ് ചെയ്യാൻ, ഫൈനൽ ഇത്രയും കുട്ടികളെ എടുക്കണം എന്ന് ഫൈനലൈസ് ചെയ്യാനുള്ള ആ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് ആരാണ്? പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി. അവര് സെലക്ട് ചെയ്യും ഇത്രയും പേരെ നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളത്. Then sometimes the organization have their own staff. അത് ചിലപ്പോൾ ഈ നമ്മളുടെ ആ സ്ഥാപനത്തിന് തന്നെ സ്വന്തം സ്റ്റാഫുകൾ ഉണ്ട്. എന്തിന്? ടു റെക്കമെൻഡ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ ഫൈനൽ സെലക്ഷൻ ബൈ ദ ടോപ്പ് മാനേജ്മെന്റ്. കണ്ടോ? ടോപ്പ് മാനേജ്മെന്റ്. അപ്പൊ ഈ ടോപ്പ് മാനേജ്മെന്റ് ആണ് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത്. ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ആ ടോപ്പ് മാനേജ്മെന്റിന് ഇത്രയും കുട്ടികളെ റെക്കമെൻഡ് ചെയ്യണ്ടേ? ടോപ്പ് മാനേജ്മെന്റിനോട് പറയണ്ടേ? ഇന്ന കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം, അവർ ഓക്കെ ആണെന്നുള്ളത് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ നമ്മുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി. അവരാണ് എന്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് അങ്ങനെയുള്ള ആ റെക്കമെൻഡേഷൻ കൊടുക്കാനായിട്ട് അവർക്ക് സ്റ്റാഫ് ഉണ്ടാവാം. Sometimes the organization has their own staff. അവർക്കൊരു സ്റ്റാഫ് ഉണ്ടാവാം. ഉണ്ടോ? അവര് എന്ത് ചെയ്യുന്നു? റെക്കമെൻഡേഷൻ കൊടുക്കുക ചെയ്യുന്നത് ആർക്ക്? ടോപ്പ് മാനേജ്മെന്റിന്. ഇന്ന ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കും. അപ്പൊ ടോപ്പ് മാനേജ്മെന്റ് എന്ത് ചെയ്യും? അവര് ഫൈനലായിട്ട് അപ്രൂവ് ചെയ്യും. അവരുടെ ആ സെലക്ഷൻ അപ്രൂവ് ചെയ്യുന്നത്, ഫൈനൽ അപ്രൂവ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റ്. Generally, the organization assign different authority to approve the final selection of the candidates. എന്നാൽ ചിലപ്പോ എന്താ ജനറൽ ആയിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ആ സ്ഥാപനം അസൈൻ ചെയ്യുന്നു പല അതോറിറ്റിനെ. എന്തിനു വേണ്ടി? ടു അപ്രൂവ് ദ ഫൈനൽ സെലക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിന്റെ ഫൈനൽ സെലക്ഷൻ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനം പല അതോറിറ്റിനെ നിയോഗിക്കുന്നുണ്ട്. On receiving the approval, ഇനി അങ്ങനെ അപ്രൂവ് ചെയ്തു ഇന്ന ആളുകളെ പല രീതിയിൽ നമുക്ക് ടോപ്പ് മാനേജ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അസൈൻ ചെയ്ത പല അതോറിറ്റീസ് അവർ ഫൈനൽ കാൻഡിഡേറ്റ്സിന്റെ ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് സ്ഥാപനം പല അതോറിറ്റീസിനെ നിയോഗിക്കാം. അപ്പൊ അങ്ങനെ ടോപ്പ് മാനേജ്മെന്റ് അവർക്ക് സെലക്ഷൻ അപ്രൂവ് കൊടുത്തു. അവരെ അപ്രൂവൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ? കൊടുത്തു കഴിയുമ്പോൾ ഓർ റിസീവിംഗ് ദ അപ്രൂവൽ, ആ അപ്രൂവൽ സ്വീകരിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്നറിയോ? ദ കാൻഡിഡേറ്റ്സ് ആർ ടോൾഡ് അബൌട്ട് ദ സെലക്ഷൻ. ഇനി അവരോട് പറയണ്ടേ? നബീലേനെ സെലക്ട് ചെയ്തു, അപർണേനെ ജോലിയിലേക്ക് സെലക്ട് ചെയ്തു എന്ന് കാൻഡിഡേറ്റ്സിനോട് പറയണ്ടേ? ടോപ്പ് മാനേജ്മെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനോട് പറയുന്നു. ആൻഡ് ആർ റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് ദ കൺസേൺ പേഴ്സണൽ. എന്നിട്ട് എന്ത് ചെയ്യും? ആ കാൻഡിഡേറ്റ്സിനോട് എന്ത് ചെയ്യും? ഇന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേഴ്സണൽ ആ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫ്. ആ സ്റ്റാഫിനോട് അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഡ്യൂട്ടിയുള്ള സ്റ്റാഫിനോട് റിപ്പോർട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യും. നമ്മൾ നേരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് പറയും, ഇന്ന ആള് അപർണ, റോസ്ലിൻ, അങ്ങനെ രണ്ടുമൂന്ന് പേര് നിങ്ങളെ സെലക്ട് ചെയ്തു എന്ന് ആ കാൻഡിഡേറ്റ്സിനെ അറിയിച്ചിട്ട് പറയും എന്താ? ആ ഇന്ന ആളെ ചെന്ന് നിങ്ങൾ കാണ്, അല്ലെ? ആ ഓഫീസില് ഉയർന്ന ടോപ്പിൽ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അതിന് നിയോഗിച്ചിട്ടുള്ള ആ സ്റ്റാഫിനെ ചെന്ന് കാണാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ആ സ്റ്റാഫിന്റെ അടുത്ത് ചെന്നാൽ മതി. ക്ലിയർ ആയോ കാര്യം? ഓക്കെ ഓക്കെ, ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയ കേട്ടോ. അതാരാന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ഓർഗനൈസേഷന്റെ സ്റ്റാഫ് ആവാം. ഫൈനൽ സെലക്ഷൻ അപ്രൂവ് ചെയ്യുന്ന ടോപ്പ് മാനേജ്മെന്റ് കേട്ടോ.
ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. അപ്രൂവൽ കിട്ടിയ ശേഷം കാൻഡിഡേറ്റ്സിനോട് എന്ത് ചെയ്യുന്നു, സെലക്ഷനെ കുറിച്ച് പറയുന്നു, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ചെന്ന് കാണാൻ പറയും. അത്രയാണ് ആ സെലക്ഷൻ പ്രൊസീജിയർ പറയണേ, 6 സ്റ്റെപ്പുകൾ. ഇനി നെക്സ്റ്റ് ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ. പ്രിലിമിനറി ഇന്റർവ്യൂ കഴിഞ്ഞതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ തീരുന്ന സമയത്ത് മെസ്സേജ് ചോദിച്ചായിരുന്നു പ്രിലിമിനറി ഇന്റർവ്യൂ എന്താണെന്ന്. ഞാനതിന് റെസ്പോണ്ട് ചെയ്തില്ല. എന്ന് വെച്ചാൽ നമുക്കത് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽസ് ഇന്റർവ്യൂ, പല ടൈപ്പ് ഇന്റർവ്യൂ ഒക്കെ ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ പഠിക്കാണ്ട്. എന്താണ് ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ? അതായത് അവരോട് വളരെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ബ്രീഫ് ഇന്റർവ്യൂ ആണ്, വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല. ജസ്റ്റ് അവരോട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താ അവിടെ പറയണ്ടേ, നിങ്ങളുടെ കഴിവ്, എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ സാലറി, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി, അങ്ങനെ ഒരു ബ്രീഫ് ആയിട്ട് ഇന്റർവ്യൂ. ആദ്യം ഇപ്പൊ നമ്മൾ സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ കുറച്ചൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കൂലേ, അല്ലെ? അതാണ് ആ ഒരു ബ്രീഫ് ഇന്റർവ്യൂ ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പ്രാരംഭ സ്ക്രീനിങ്, നമ്മുടെ അടിസ്ഥാന യോഗ്യതകള്, നമ്മുടെ അതിന് സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രാരംഭ സ്ക്രീനിങ് ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. The first step in the process of selection is the preliminary interview. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. First step in the process of selection is the ആദ്യം എന്ത് ചെയ്യുന്നു, preliminary interview. After it has used various, അതിനുശേഷം അപ്പൊ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതാണ് പ്രാഥമിക അല്ലെങ്കിൽ പ്രാരംഭ സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഹാസ് യൂസ്ഡ് വേരിയസ് റിക്രൂട്ട്മെന്റ് സോഴ്സസ് ആൻഡ് മെത്തേഡ് ടു റിക്രൂട്ട് ദ കാൻഡിഡേറ്റ്സ്. അതിനുശേഷം ആ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പല റിക്രൂട്ട്മെന്റ് സോഴ്സസുകള്, പല മെത്തേഡുകള് ഇതൊക്കെ ഉപയോഗിക്കുന്നു. And it has used various recruitment sources and method to recruit the candidates. ആദ്യം പ്രിലിമിനറി ഇന്റർവ്യൂ, അതിനുശേഷം കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ പല റിക്രൂട്ട്മെന്റ് സോഴ്സുകള്, മെത്തേഡ് ഒക്കെ ഉപയോഗിക്കുന്നു. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. A preliminary interview is a brief interview in which simple questions. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്? എന്തൊക്കെയാ? അവരുടെ സ്കിൽസ്, എക്സ്പീരിയൻസ് ആൻഡ് സാലറി എക്സ്പെക്ടേഷൻ. നമ്മൾ പ്രതീക്ഷിക്കുന്ന സാലറി, നിങ്ങൾ എത്ര രൂപ സാലറി പ്രതീക്ഷിക്കുന്നുണ്ട് ഓഫ് ദ കാൻഡിഡേറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ ആ പ്രിലിമിനറി ഇന്റർവ്യൂവിൽ ചോദിക്കും. അണ്ടർലൈൻ ചെയ്തേ. Interview is a brief interview which the simple questions like a skills, experience and salary expectation of the candidates, ഈ കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കുന്നു. Preliminary interview enables the organization to reject applicants who are unsuitable for the job because they are either unqualified or unsuitable for the job. ഇതിനൊക്കെ ഈ പ്രിലിമിനറി ഇന്റർവ്യൂ എന്താണ് സാധ്യമാക്കുന്നത്? ഓർഗനൈസേഷൻ ടു റിജക്ട് ദ ആപ്ലിക്കൻസ്. എന്താ? ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യാൻ. എങ്ങനെയുള്ള ആപ്ലിക്കൻസിനെ? who are unsuitable for the job. കണ്ടോ? ആ ജോലിക്ക് അനുയോജ്യമല്ലാത്ത ആപ്ലിക്കൻസിനെ, ആ ജോലിക്ക് അനുയോജ്യമല്ലാത്ത ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യാൻ ഈ പ്രിലിമിനറി ഇന്റർവ്യൂയിലൂടെ പറ്റുന്നു. ഫോർ ബിക്കോസ് എന്തുകൊണ്ടാ? അവര് അൺക്വാളിഫൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ജോലിക്ക് അൺസ്യൂട്ടബിൾ ആയിരിക്കാം. മനസ്സിലായോ? സ്കില്ല് ചോദിക്കും. അപ്പൊ നമ്മുടെ ജോലിക്ക് ആവശ്യമായ സ്കിൽസ് ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ റിജക്ട് ചെയ്യാൻ പറ്റും, അല്ലെ? അല്ലെങ്കിൽ സാലറി, നമ്മൾ വിചാരിക്കുന്ന സാലറി മന്ത്ലി ഒരു 30,000 കൊടുക്കാന്നാണെങ്കിൽ അവര് പറയും ഒരു 60,000 എന്ന് പറഞ്ഞാൽ കമ്പനി അത് അംഗീകരിക്കൂലല്ലോ, അല്ലെ? അപ്പൊ തന്നെ അവരെ റിജക്ട് ചെയ്യാം. അതാണ്. അപ്പൊ ആ പ്രിലിമിനറി ഇന്റർവ്യൂയിലൂടെ അപ്പൊ നമുക്ക് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാം? ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യാൻ പറ്റുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. Enable organization to reject the applicants who are unsuitable for the job. Then ഇനി അടുത്ത് നോക്കിയ ഓർഗനൈസേഷൻ മസ്റ്റ് എൻഷ്യൂർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. എന്ത്? that the elimination process does not lead to unnecessary rejection. ആവശ്യമില്ലാത്ത റിജക്ഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളത്.
or elimination of desirable candidates. അഭികാമ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, ആ ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നില്ല. ഉണ്ടോ? അല്ലെങ്കിൽ അൺനെസസറി, അനാവശ്യമായിട്ടുള്ള റിജക്ഷനിലേക്ക് എലിമിനേഷൻ പ്രോസസ്സ് പോകുന്നില്ല എന്നുള്ളത് ഈ സ്ഥാപനം എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അതായത് നമ്മൾ നല്ല ആ ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ റിജക്ട് ചെയ്യുന്നില്ല, അവരെ തള്ളിക്കളയുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കി. അതിനകത്ത് പ്രിലിമിനറി ഇന്റർവ്യൂ ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ. പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ബ്രീഫ് ഇന്റർവ്യൂ ആണ്. അതിനകത്ത് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? പിന്നെ അടുത്ത സെന്റൻസ് കേട്ടോ. റിജക്ട് ചെയ്യാൻ, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യാനും പ്രിലിമിനറി ഇന്റർവ്യൂയിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ് ആണ് അടുത്ത പാരഗ്രാഫ് നോക്കി. The face-to-face method can be used for preliminary interview. ഇനി പ്രിലിമിനറി ഇന്റർവ്യൂവിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഫേസ് ടു ഫേസ് മെത്തേഡ്. സാധാരണയായിട്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. The organization, in order to save their time, usually conducted interview over the phone where there are many applicants for a single job opening. ഇനി ഒരു കാര്യമുണ്ട്, മെയിൻ ആയിട്ട് നമ്മളിതാ ഫേസ് ടു ഫേസ് മെത്തേഡ് ആണ്. വേറെ ആരോട് ചോദിക്കല്ല, ആ കാൻഡിഡേറ്റ്സുമായിട്ട് നേരിട്ട് ഉള്ള ഇതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഏതിലൂടെ ആകാം? ഫോൺ കോളിലൂടെ ആകാം. അതെന്താ? ഇപ്പൊ ഒരു സിംഗിൾ ജോബ് ഓപ്പണിംഗിലേക്ക്, ഒരു ചെറിയൊരു ജോലിയിലേക്ക് കുറെ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓർഗനൈസേഷന്, ആ സ്ഥാപനത്തിന് നമുക്ക് ഈ ഫോണിലൂടെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്താൽ സമയം ലാഭിക്കാൻ പറ്റൂലേ? അല്ലേ? സമയം ലാഭിക്കാൻ പറ്റൂലേ? ഓരോ ആളുകളെയും നമുക്ക് അവര് വന്ന് ഇരുന്ന് ചോദിച്ച് പറയണേക്കായും ഈ ഇന്റർവ്യൂ നമുക്ക് ഫോണിലൂടെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്താ? സേവ് ടൈം ലാഭിക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് ആകെ 2 വേക്കൻസി ഉള്ളു, പക്ഷെ 2000 പേരെ നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് അല്ലാതെ ഇന്റർവ്യൂ വരുമ്പോ കുറെ സമയമാവും അല്ലേ? ഇതാണെങ്കിലോ എന്താ? നമുക്ക് പെട്ടെന്ന് ഫോണിലൂടെ ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ സമയം ലാഭിക്കാനും പറ്റും. അല്ലേ? നോക്കിയേ, ക്രിയേറ്റിംഗ് എ വീഡിയോ ടേപ്പ് ഇൻ വിച്ച് സെവറൽ ആപ്ലിക്കൻസ് ആർ ആസ്ക്ഡ് ദ സെയിം ക്വസ്റ്റ്യൻ ടു ആൻസർ ഈസ് ദ അനദർ ടെക്നിക് യൂസ്ഡ് ബൈ ദ റിക്രൂട്ട്മെന്റ് ഏജൻസി. അപ്പൊ ഒരെണ്ണം ഫോണിലൂടെയുള്ള ഇന്റർവ്യൂ, ഫോൺ ഇന്റർവ്യൂ പറഞ്ഞു. ഇനി അടുത്ത ടെക്നിക്ക് ഏതാ? വീഡിയോ ടേപ്പ്. വീഡിയോ ടൈപ്പ് ഇതാക്കുകയാണ്, സൃഷ്ടിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് പല ആപ്ലിക്കൻസിനും അത് മതി അല്ലെ? ഓൾറെഡി അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ വീഡിയോ ടൈപ്പ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ചാൽ അവസാനം നമുക്കത് ആ സ്ഥാപനത്തിന് അത് നോക്കിയാൽ പോരെ? ആ വീഡിയോ ടൈപ്പ് നോക്കിയാൽ പോരെ? അതിൽ നിന്ന് നമുക്കപ്പോ എന്താ, ആളൊന്നും വേണ്ട അവിടെ അല്ലെ? ഓൾറെഡി അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ. അത് നേരെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അവിടെ വീഡിയോ ടേപ്പ് വഴി ആകുമ്പോഴും ഇതുപോലെ എന്താണ്, നമുക്ക് കുറെ ആപ്ലിക്കൻസിനോടും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കണ്ടോ? സെയിം ക്വസ്റ്റ്യൻസ് ഇത് തന്നെയല്ലേ അടുത്ത ആളോട് ചോദിക്കണേ? ഇപ്പൊ ഈ ആളോട് ചോദിച്ചത് തന്നെയാണ് അടുത്ത ആളോട് ചോദിക്കുന്നത്. കണ്ടോ? Creating a video tape in which several applicants are asked the same questions to answer. കണ്ടോ? അതിനുവേണ്ടി നമുക്ക് വീഡിയോ ടേപ്പുകൾ ഉപയോഗിക്കാം. അതായത് എന്നോട് ചോദിച്ചത് തന്നെയാ അപർണ വരുമ്പോഴും ചോദിക്കുന്നത് അല്ലെ? നബീലോടും അത് തന്നെയാ ചോദിക്കുന്നത്, ലക്ഷ്മിയോടും അത് തന്നെയാ, അനീഷോടും അത് തന്നെയാ, ജിൻഷോടും ഒക്കെ അത് തന്നെയാ ചോദിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പാടില്ലേ? അതാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക് എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ, ക്രിയേറ്റിംഗ് വീഡിയോ ടേപ്പ് എന്നുള്ളത്. അറ്റ് ലാസ്റ്റ് ദ ഓർഗനൈസേഷൻ റിസീവ് ദ വീഡിയോ ടേപ്പ്. അവസാനം എന്ത് ചെയ്യുന്നു? ഈ ഓർഗനൈസേഷൻ വീഡിയോ ടേപ്പ് റിസീവ് ചെയ്യുന്നു. ദിസ് ടെക്നിക് സ്പീഡ് അപ്പ് അപ്പൊ ഈ ടെക്നിക് എന്ത് ചെയ്യുന്നു? സ്പീഡ് അപ്പ് ദ സ്ക്രീനിങ് പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ചെയ്യുന്നു. With the organization, though it is very impersonal and rigid. അത് എന്താ പറഞ്ഞേക്കുന്നത്? ആ സ്പീഡ് അപ്പ് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. ഓൾറെഡി ഇത്രയും ക്വസ്റ്റ്യൻസ് അവിടെ സെറ്റ് ചെയ്തേക്കാണ്. അപ്പൊ നമുക്ക് എന്താണ്, അപ്പൊ ഒരു ഓർഗനൈസേഷൻ അങ്ങനെ ആ ഒരു ഇത് എന്താ പറയുക, കുറച്ചുകൂടി റിജിഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇംപേഴ്സണൽ, വ്യക്തിപരമല്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് ചോദിക്കുന്നില്ല അല്ലെ? വ്യക്തിപരമല്ലാത്തതും കർക്കശമാണ്. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് എന്തെങ്കിലും ചോദിക്കാം അല്ലെ?
കയ്യിൽ നിന്ന് എടുത്ത് എന്തെങ്കിലും കൂടി എക്സ്ട്രാ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഇവിടെ അത് പറ്റൂല. അതുകൊണ്ട് അത് കർക്കശമാണ്. ആ കൃത്യം ചോദ്യം മാത്രം അവിടെ ഉള്ളൂ. അതിന് മാത്രം ആൻസർ. കണ്ടോ, നമ്മളിപ്പോ ഒരാളിരുന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടി നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞ ഈ ടെക്നിക്ക് നമ്മുടെ സ്ക്രീനിങ് പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഇന്റർവ്യൂ, ഇതൊക്കെ നമുക്ക് ഈ ഇതിനെ എന്ത് ചെയ്യുന്നു, speed up ചെയ്യുന്നു. speed up the screening process. Then it is very impersonal and rigid. For example, or example ഇവിടെ കൊടുത്തേക്കണം. A person who has never played soccer എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ആണ് കേട്ടോ. ഫുട്ബോൾ ഒരാള് ഒരിക്കലും ഫുട്ബോൾ കളിച്ചിട്ടില്ല. in his or her life, അവരുടെ ലൈഫിൽ ഫുട്ബോൾ ഒരിക്കലും കളിച്ചിട്ടില്ല. will be automatically dismissed in the preliminary interview. അങ്ങനെയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഡിസ്മിസ് ആവൂലേ? ഒരിക്കലും ഒരു ഫുട്ബോൾ കളിക്കാത്ത ഒരാള്, ലൈഫിൽ ഫുട്ബോൾ കളിക്കാത്ത ഒരാള് പ്രിലിമിനറി ഇന്റർവ്യൂവിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്മിസ് ആവും അല്ലേ? നമ്മൾ ചോദിക്കാണ് നിങ്ങൾ എത്ര വർഷം കളിച്ചെന്ന് വെച്ചാൽ ചോദിക്കാണ്, വെറുതെ ചോദിക്കാണ് എത്ര വർഷം നിങ്ങൾ ഈ ഫീൽഡിൽ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല ഞാൻ കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. കണ്ടോ, ഓർ ഷീ ഡസ് നോട്ട് മീറ്റ് ദ സർട്ടൺ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഓർ ഷീ ഡസ് നോട്ട് മീറ്റ് സർട്ടൺ റിക്വയർമെന്റ്സ് ഫോർ ബീയിങ് എ ടീം മെമ്പർ ഓഫ് എ സോക്കർ ടീം. കണ്ടോ, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, ഒരു ഫുട്ബോൾ ടീമിന് അംഗമാകുന്നതിനുള്ള ചില ആവശ്യകതകൾ അവർ പാലിക്കുന്നില്ല. കണ്ടോ, ഒരിക്കലും കളിച്ചിട്ടില്ല. അപ്പൊ ആ ടീമിലെ അംഗമാണെങ്കിൽ ഇത്ര വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണമെന്നൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അതാണ് ആ ടീമിലെ അംഗമാകുന്നതിനുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ അംഗമാകുന്നതിനുള്ള ഒരു ഇതുപോലും ചില ആവശ്യകതകൾ അവൻ പാലിക്കുന്നില്ല. നെക്സ്റ്റ് അതൊരു എക്സാമ്പിൾ പോലെ കൊടുത്തേക്കണേ കേട്ടോ. A preliminary interview should be someone who encourage confidence. ശ്രദ്ധിച്ചേ, a preliminary interviewer, ഒരു ER കൂടി ചേർത്ത് അവിടെ. A preliminary interviewer, INTRVIEWER, ഒരു പ്രിലിമിനറി ഇന്റർവ്യൂവർ, ഈ പ്രാഥമിക അല്ലെങ്കിൽ പ്രാരംഭ ഇന്റർവ്യൂ നടത്തുന്ന ആൾ. ഇന്റർവ്യൂവർ എങ്ങനെയായിരിക്കണം? should be someone who encourage confidence. എന്താ, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം, ആ കാൻഡിഡേറ്റ്സിന് കോൺഫിഡൻസ് കൊടുക്കുന്നതായിരിക്കണം. ആൻഡ് അല്ലെ, ഇപ്പൊ നമ്മൾ ചോദിക്കുക, വെറുതെ അവരോട് ചോദിക്കാണ് എന്താണ്, അല്ലെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാന്ന് പറഞ്ഞു, അത് ഇന്ന് ചോദ്യം, ഓക്കെ ആണ്, കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഇന്റർവ്യൂവിൽ നിങ്ങൾ സെലക്ട് ആവാൻ ഒരു ധൈര്യം കൊടുക്കാൻ പാടില്ല ഇന്റർവ്യൂവിന് അല്ലേ? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇന്റർവ്യൂ ആയാലും വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ മതി, നിങ്ങൾ ഓക്കെ ആണെന്നൊക്കെ ജസ്റ്റ് അവർക്ക് പറയാൻ പറ്റൂലേ? ആ പ്രിലിമിനറി ഇന്റർവ്യൂവിന് എന്ത് ചെയ്യാൻ പറ്റും? ആത്മവിശ്വാസം, ആ കാൻഡിഡേറ്റ്സിന്റെ ആത്മവിശ്വാസം പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഈ സിൻസിയർലി ഇൻവെസ്റ്റഡ് ഇൻ പീപ്പിൾ, അവരെ ആത്മാർത്ഥമായിട്ട് അവരെ എന്താ പറയാ, ആ കാൻഡിഡേറ്റ്സിനെ ജോലിക്ക് എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആളുകളോട് ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ള ആളായിരിക്കണം. ആൻഡ് ഹാസ് റീസണബിളി റിലയബിൾ ജഡ്ജ്മെന്റ് when it come to judging applicants. കണ്ടോ, വിശ്വസനീയമായ ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന ഒരാളായിരിക്കണം, ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന ആളായിരിക്കണം. ജഡ്ജിങ് ആപ്ലിക്കൻസിന് ജഡ്ജിങ് നടത്തുമ്പോൾ വിശ്വസനീയമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന ആളായിരിക്കണം ആര്? പ്രിലിമിനറി ഇന്റർവ്യൂവർ. അണ്ടർലൈൻ ചെയ്ത 3 കാര്യങ്ങള്: കാൻഡിഡേറ്റ്സിന് കോൺഫിഡൻസ് കൊടുക്കണം, പിന്നെ ആ കാൻഡിഡേറ്റ്സിനോട് ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ള ആളായിരിക്കണം, പിന്നെ ജഡ്ജിങ് ആപ്ലിക്കൻസിന് ജഡ്ജ് ചെയ്യുമ്പോൾ ആ ജഡ്ജ്മെന്റില് ഒരു ആത്മാർത്ഥത വേണം അല്ലെ? അത് അവരുടെ വിശ്വസനീയമായ ഒരു ജഡ്ജ്മെന്റ് നടത്തണം. ക്ലിയർ ആയില്ലേ? ഇനി അപ്പാർട്ട് ഫ്രം ദീസ് ക്വാളിറ്റീസ്, ഇനി ഈ ക്വാളിറ്റി മാത്രം പോരാ, ആ ക്വാളിറ്റിക്ക് പുറമെ ഇന്റർവ്യൂവർ എങ്ങനെയായിരിക്കണം? ഷുഡ് ബി പൊളൈറ്റ്, ഫ്രണ്ട്ലി ആൻഡ് ഓപ്പൺ മൈൻഡഡ്. കണ്ടോ, മര്യാദ വേണം, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റമായിരിക്കണം, തുറന്ന സംസാരമായിരിക്കണം. അണ്ടർലൈൻ ചെയ്യുക സെന്റൻസ്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അങ്ങ് അണ്ടർലൈൻ ചെയ്ത് പൊക്കോട്ടോ, പിന്നീട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
ഈ ക്വാളിറ്റിക്ക് പുറമെ ഇന്റർവ്യൂവർ എങ്ങനെയായിരിക്കണം? പൊളൈറ്റ്, ഫ്രണ്ട്ലി, ഓപ്പൺ മൈൻഡഡ്. Then he or she should not look impatient or impolite. അവരെങ്ങനെ പാടില്ല? അക്ഷമയോ മര്യാദ ഇല്ലാത്തവനോ ആകാൻ പാടില്ല. Preliminary interviewer are also known as courtesy interviews for this reason. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പ്രിലിമിനറി ഇന്റർവ്യൂ അറിയപ്പെടുന്ന മറ്റു പേരാണ് courtesy interviews. അണ്ടർലൈൻ ചെയ്തേ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂ ഇസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താണ്? courtesy interviews. ക്ലിയർ അല്ല പാരഗ്രാഫ്? ഇന്റർവ്യൂവിന്റെ ക്വാളിറ്റീസ് പറഞ്ഞു, പിന്നെ എന്താണ് പ്രിലിമിനറി ഇന്റർവ്യൂവിന് അറിയപ്പെടുന്ന മറ്റൊരു പേര്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ആപ്ലിക്കേഷൻ ഫോം. ഞാൻ പറയുന്നത് ഇത് ക്ലിയർ ആവള്ളേ? എന്റെ സൗണ്ടിന് എന്തെങ്കിലും ഇത് തോന്നുന്നുണ്ടോ? ചെറിയൊരു തൊണ്ടവേദന ഉണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. മാക്സിമം സൗണ്ടിൽ പറയുന്നുണ്ട്. എങ്കിൽ എനിക്ക് ഈ ക്ലാസ്സുകൾ നമ്മുടെ കൂടുതൽ അടുപ്പിച്ച് ക്ലാസ്സുകൾ വരുമ്പോഴേ തൊണ്ടയ്ക്ക് പ്രശ്നം. ശരിക്കും ഞാൻ ഇന്ന് ലീവാണ് കേട്ടോ. ഞാൻ എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം വന്നതാ. ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അപ്പൊ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. എന്നുവെച്ചാൽ നമുക്ക് 2 ആഴ്ചയായി ക്ലാസ് കിട്ടിയിട്ട്. കഴിഞ്ഞ 2 വ്യാഴാഴ്ച നമ്മുടെ ക്ലാസ് മിസ്സായതുകൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം വന്നതാ. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ക്ലിയർ അല്ലാന്നോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫോം കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോംസ് കണ്ടിട്ടില്ലേ? ഓരോ ജോലിക്കൊക്കെ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം അവിടെ. ഓക്കെ, എന്താണ് ആപ്ലിക്കേഷൻ ഫോംസ്? നോക്കി, ആപ്ലിക്കേഷൻ ഫോംസ് ഓർ ആപ്ലിക്കേഷൻ ബ്ലാങ്ക്. ആപ്ലിക്കേഷൻ ഫോം അറിയപ്പെടുന്ന മറ്റു പേര് എന്താണ്? ആപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് അറിയപ്പെടുന്നു. or application blanks. അത് രണ്ടും നോട്ട് ചെയ്തോട്ടോ. Are used to gain basic details about the candidates. ഇത് എന്തിനു വേണ്ടി ആപ്ലിക്കേഷൻ ഫോം? കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന ബേസിക് ഡീറ്റെയിൽസ് നേടാൻ അല്ലെ? ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നേടാനാണ്. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ഫിൽ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? പേര്, അഡ്രസ്, നമ്മുടെ കാര്യങ്ങള്, നമ്മുടെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷൻ ഫോംസിൽ ഉണ്ടാവും. അപ്പൊ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള നമുക്ക് എന്താ ഡീറ്റെയിൽസ് നേടുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോംസ് ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Used to gain basic details about the candidates. It helps to identify the candidates interest area. ഇനി എന്തിനും കൂടി സഹായിക്കുന്നു? It helps to identify the candidates interest area. കാൻഡിഡേറ്റ്സിന് താല്പര്യമുള്ള മേഖല ഏതാണ്? That proved to be great help to discussion during the interview. ആ ഇന്റർവ്യൂല് ആ ഡിസ്കഷനില് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെ? ആ ഇന്റർവ്യൂല് അവര് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ ഇൻട്രസ്റ്റ് ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫോമിലൂടെ സാധിക്കുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഹെൽപ്പ് ടു ഐഡന്റിഫൈ കാൻഡിഡേറ്റ്സ് ഇൻട്രസ്റ്റ് ഏരിയ. Then it is an effective way of collecting candidates' previous information. കണ്ടോ, ഇതെന്താണ്? ഒരു ഫലപ്രദമായിട്ടുള്ള മാർഗമാണ്. എന്തിന്? കാൻഡിഡേറ്റ്സിന്റെ പ്രീവിയസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ. കാൻഡിഡേറ്റ്സിന്റെ പ്രീവിയസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഇത് ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ്. മുന്നിലുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാമല്ലോ. എക്സ്പീരിയൻസ് കാര്യങ്ങൾ, മുന്നേ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കാം. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. Then it also helps to pass the candidates details to the management and to other members of the interview panel and also facilitate data storage for future use. കണ്ടോ, ഇനി എന്തിനൊക്കെ സഹായിക്കുന്നു ഈ ആപ്ലിക്കേഷൻ ഫോം? Pass the candidates detail to the management. മാനേജ്മെന്റിന്റെ കാൻഡിഡേറ്റ്സിന് ഡീറ്റെയിൽ പാസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫോം കൊടുത്താൽ പോരെ? ഫിൽ ചെയ്ത ആപ്ലിക്കേഷൻ ഫോം കൊടുത്താൽ മാനേജ്മെന്റിന്റെ കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നോക്കിയേ, ആൻഡ് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഇന്റർവ്യൂ പാനൽ. ഇന്റർവ്യൂ പാനലിലെ മറ്റുള്ള മെമ്പേഴ്സിനും ഈ ആപ്ലിക്കേഷൻ ഫോം വായിച്ചു നോക്കിയാൽ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽ കിട്ടും. ആൻഡ് ഓൾസോ ഇനി എന്താണ്? സ്റ്റോർ ഫോർ ഫ്യൂച്ചർ യൂസ്. ഭാവിയിലേക്കുള്ള ഉപയോഗത്തിനായിട്ട് അവർക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെ? ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. ഇനിയിപ്പോ നമ്മൾ കുറച്ചാൾ അവരെ റിക്രൂട്ട് ചെയ്ത് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ വേഗം ആപ്ലിക്കേഷൻ ഫോം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽ എപ്പോഴും അവിടെ ഇല്ലേ? അതനുസരിച്ച് അവരെ വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാം അല്ലേ?
ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനും ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ അത്. Since the application blank is filled by the candidates its own handwriting. ഇനി എങ്ങനെ വേണം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട്? എങ്ങനെ വേണം? നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ ഫില്ല് ചെയ്യണം. കാൻഡിഡേറ്റ്സിന്റെ അവരുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ ഫില്ല് ചെയ്യണം. ഇറ്റ് പ്രൂവ്സ് ടു ബി എ യൂസ്ഫുൾ ടൂൾ ഫോർ അനലൈസിംഗ് ഹിസ് പേഴ്സണാലിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി ടു ദ ഓർഗനൈസേഷൻ. ഇത് എന്ത് തെളിയിക്കുന്നു? യൂസ്ഫുൾ ടൂൾ. ഇതും ഒരു ഫലപ്രദമായിട്ടുള്ള ടൂളാണ്. എന്തിനു വേണ്ടി? ഫോർ അനലൈസിംഗ് ഹിസ് പേഴ്സണാലിറ്റി. അവരുടെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാൻ. ആൻഡ് സ്യൂട്ടബിലിറ്റി, അവര് അനുയോജ്യമാണോ, ആ സ്ഥാപനത്തിന് അനുയോജ്യമാണോ, സ്യൂട്ടബിലിറ്റി, പേഴ്സണാലിറ്റി എല്ലാം വിലയിരുത്താൻ ആപ്ലിക്കേഷൻ ഫോംസ് ഉപയോഗിക്കുന്നുണ്ട്. അത് തെളിയിക്കുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടോ. Then application forms either detailed or application forms either detailed or consciousness. Conscious എന്ന് പറഞ്ഞാൽ എന്താ? ചുരുങ്ങിയ. കൺസൈസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ. ഒന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഡീറ്റെയിൽഡ് ആവാം, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയതാകാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രിഫറൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ പ്രിഫറൻസ് അതിനെ ബേസ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആവാം, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയതാകാം. The information required in these forms may differ based on the type of the job and the organization. ഇനി ആപ്ലിക്കേഷൻ ഫോമിലുള്ള ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും? ഇത് വ്യത്യാസം. ഇപ്പൊ എല്ലാ ജോലിക്കും സെയിം ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കോ? ആണോ? അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്കൂളിലാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. പ്ലസ് 2 ആപ്ലിക്കേഷൻ ഇതിന്റെ ഫോം പോലെയാണോ നമ്മൾ ഡിഗ്രിയുടെ കൊടുക്കുന്നത്? അല്ലെ? അല്ലെങ്കിൽ ഒരു ജോലിയുടെ ആപ്ലിക്കേഷൻ ഫോം ആണോ വേറെ ജോലിക്ക്? അത് വ്യത്യാസപ്പെട്ടിരിക്കും. The information required in this form may be differ. എന്തിനെ ബേസ് ചെയ്തിട്ട്? Based on type of job and organization. ആ സ്ഥാപനത്തെ ഏത് തരത്തിലുള്ള ജോലിയാണ് അതിനെ ബേസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോമിലെ കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ ഇതൊക്കെ. According to the US National Industrial Conference Board application, the main items of the information request on application blanks are. അപ്പൊ എന്തൊക്കെയാണ് ഈ US നാഷണൽ ഇൻഡസ്ട്രിയൽ കോൺഫറൻസ് ബോർഡ് ഓഫ് പബ്ലിക്കേഷൻ പ്രകാരം, ആ ഒരു ഇത് പ്രകാരം, ആ പബ്ലിക്കേഷൻ പ്രകാരം ദ മെയിൻ ഇൻഫർമേഷൻ ഏതാണ്? ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കുന്ന മെയിൻ ഇൻഫർമേഷൻ ഏതാ? നെയിം, അഡ്രസ്, ഏജ്, marital status, dependence, and then schooling, then next experience and references. ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങള് ആപ്ലിക്കേഷൻ ഫോമില് ചോദിക്കാം. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. The main item of information request on application blanks are dashed. Name, addresses, age, marital status, dependencies, schooling, experience and references. Okay. ഇനി നെക്സ്റ്റ് നോക്കിയേ, പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ഇനി എന്തൊക്കെയാണ് ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ ആവശ്യം? എന്തിനൊക്കെയാണ് ഒരു ആപ്ലിക്കേഷൻ ഫോം? അതിന്റെ പർപ്പസ് നോക്കി. ടു പ്രൊവൈഡ് പ്രിസൈസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. പ്രിസൈസ് എന്ന് വെച്ചാൽ എന്താ? കൃത്യമായ. ഫാക്ച്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഫാക്ച്വൽ വിശ്വസനീയമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഇത് ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു പർപ്പസ് ആണ്, ആവശ്യമാണ്. പ്രീ സ്ക്രീനിങ് ജോബ് കാൻഡിഡേറ്റ്സ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോം. എന്താണ് മെയിൻ പർപ്പസ് ആപ്ലിക്കേഷൻ ഫോമിന്റെ? പ്രീ സ്ക്രീനിങ്. ജോബ് കാൻഡിഡേറ്റ്സിനെ പ്രീ സ്ക്രീനിങ് നടത്തുക, അതാണ് ആദ്യം അല്ലെ? പ്രീ സ്ക്രീനിങ് നടത്തുക. ജസ്റ്റ് നമ്മൾ എന്താ പറയാ, ആ ഫോം ഒക്കെ ഒന്ന് നോക്കിയാൽ അവരെ കുറിച്ചൊരു ഡീറ്റെയിൽ നമുക്ക് കിട്ടും അല്ലെ? ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ അതിനുശേഷമാണ് നമുക്ക് സ്ക്രീനിങ്, ഇന്റർവ്യൂ കാര്യങ്ങൾ ചെയ്താൽ മതി. അതാണ് പ്രീ സ്ക്രീനിങ് ആണ് ഒന്നാമത്തെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ. പ്രീ സ്ക്രീനിങ് ജോബ് കാൻഡിഡേറ്റ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോം. Through application forms, in the application formilode, the candidate's contact information, educational background, references, employment history, and communicated to the employer.
കണ്ടോ, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ഫോമിലൂടെ. അണ്ടർലൈൻ ചെയ്ത് എന്തൊക്കെയാ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കാൻഡിഡേറ്റ്സിന്റെ കോൺടാക്ട് ഇൻഫർമേഷൻസ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, റെഫറൻസ്, എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, അതുപോലെ ഇതെല്ലാം നമുക്ക് ഈ എംപ്ലോയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ ആപ്ലിക്കേഷൻ ഫോമിലൂടെ. ആപ്ലിക്കേഷൻ ഫോംസ് ഓൾസോ പ്രൊവൈഡ് വേരിയസ് അഡീഷണൽ ഇൻഫർമേഷൻ. ഇത് കൂടാതെ പലതരത്തിലുള്ള അഡീഷണൽ ഇൻഫർമേഷൻസും ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ നോക്കിയേ, ടു ദ എംപ്ലോയേഴ്സ് സച്ച് ആസ് ജോബ് റിലേറ്റഡ് സ്കിൽ, ജോബുമായി ബന്ധപ്പെട്ടുള്ള കഴിവുകള്, സാലറി റിക്വയർമെന്റ്സ് ഓഫ് ദ ആപ്ലിക്കൻസ്, ആപ്ലിക്കൻസിന്റെ സാലറി ചോദിക്കാറില്ലേ, എക്സ്പെക്ടഡ് സാലറി എത്രയാണൊക്കെ, salary requirement of the applicants, and whether the applicant is available for the part-time job or full-time. Part-time job ആണോ full-time job ആണോ അയാൾക്ക് അവൈലബിൾ, ആൻഡ് അവേഴ്സ്, എത്ര അവേഴ്സ്, മെയിൻ ആയിട്ട് 8 hour നമുക്ക് ജോലി പറയുന്നത് അല്ലേ, അവൈലബിലിറ്റി, ഈ കാര്യങ്ങളെല്ലാം ഇതേക്കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻസും ആപ്ലിക്കേഷൻ ഫോമിലൂടെ ലഭിക്കുന്നു. അതും അണ്ടർലൈൻ ചെയ്തോട്ടോ. ഓൾസോ പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ. ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു? ജോബ് റിലേറ്റഡ് സ്കിൽസ്, സാലറി റിക്വയർമെന്റ്സ് ഓഫ് ദ ആപ്ലിക്കന്റ്, വെദർ ആപ്ലിക്കന്റ് ഈസ് അവൈലബിൾ for the part-time job or full-time, and then last one is the hours of availability. Then അടുത്ത നോക്കിയ രണ്ടാമത്തെ, to provide legal protection to the applicants. ഇനി ആപ്ലിക്കൻസിന് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ നൽകാൻ, ലീഗൽ പ്രൊട്ടക്ഷൻ, ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ, to provide legal protection to the applicants. Okay, personal information and the individual privacy has been protected. ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് അയാൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, അത് മറ്റാരുമായിട്ടൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും എങ്ങനെയായിരിക്കണം? പ്രൊട്ടക്റ്റഡ്, സംരക്ഷിതമായിരിക്കണം ബൈ ദ ലോസ്, നിയമപ്രകാരം. അത് ആപ്ലിക്കേഷൻ ഫോംസിലുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ അവരുടെ പ്രൈവസി, ഇതെല്ലാം നിയമപരമായി സംരക്ഷിക്കണം. സിൻസ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ടൈറ്റിൽ, അത് ഏതിലാ പറയുന്ന? ടൈറ്റിൽ 7 ഓഫ് ദ സിവിൽ റൈറ്റ് ആക്ട് ഓഫ് 1964. ആ ആക്ട് ഇയർ ഒന്ന് നോക്കി വെച്ചോട്ടോ. സിവിൽ റൈറ്റ് ആക്ട് ഓഫ് 1964 സിവിൽ റൈറ്റ് ആക്ട് ടൈറ്റിൽ 7 ഇത് പറയുന്നുണ്ട്. ഈ ഒരു ആക്ട് ആണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ, പ്രൈവസി ഒക്കെ സംരക്ഷിക്കണം. അത് നിയമപ്രകാരം അത് സംരക്ഷിക്കണം. ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് ടു യൂസ് എ ജോബ് ആപ്ലിക്കേഷൻ ഫോം ദാറ്റ് ഈസ് മോർ ദാൻ എ ഫ്യൂ ഇയേഴ്സ് ഓൾഡ്. കണ്ടോ, ഇനി കുറെ വർഷങ്ങള് അല്ലെങ്കിൽ ഫ്യൂ ഇയേഴ്സ് ഓൾഡ്, അതിൽ കൂടുതലുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ശരിക്കും കറക്റ്റ് അല്ല എന്നാ പറഞ്ഞേക്കണേ. അത് ഉപയോഗിക്കുന്നത് കറക്റ്റ് അല്ല. അതായത് ഇപ്പൊ നമ്മളോട് 10 വർഷം മുന്നേ ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിച്ച ചോദ്യങ്ങളായിരിക്കില്ല ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളത് അല്ലെ. അതായത് നമ്മൾ അത് ഒത്തിരി മാറ്റങ്ങൾ വന്നു. അപ്പൊ അന്ന് കുറച്ച് വർഷം മുന്നേ നമ്മൾ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പൊ കറക്റ്റ് ആണോ? ആ ചോദ്യം തന്നെ ഇപ്പൊ ചോദിച്ചാൽ മതിയോ? മതിയോ? ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഇതിനനുസരിച്ച് ക്വസ്റ്റ്യൻസും അവരുടെ ആവശ്യകതകൾ, ഇപ്പൊ സാലറി തന്നെ നമ്മളോട് അന്ന് ചോദിച്ച, അപ്പൊ അതിനകത്ത് നമ്മള് കുറച്ച് സാലറിയാണ്, പക്ഷെ ഇപ്പൊ അതിനകത്ത് കുറച്ചും കൂടി സാലറി ഇപ്പൊ കൂടുതൽ ഇല്ലേ അല്ലെ? 10 വർഷം മുന്നുള്ളത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാലറി ഒക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? അതാണ് കുറച്ച് വർഷങ്ങൾ മുന്നേ ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിച്ചത്. അത് ഇപ്പൊ അത് കറക്റ്റ് അല്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. The questions that were asked 5 years ago are not legally acceptable. കണ്ടോ, നിയമപരമായിട്ട് അത് അക്സെപ്റ്റബിൾ അല്ല, സ്വീകാര്യമല്ല. കുറച്ച് 5 years ago 5 വർഷം മുന്നേ ചോദിച്ച ചോദ്യങ്ങള് ഇപ്പോൾ അത് ലീഗലി അക്സെപ്റ്റബിൾ അല്ല, സ്വീകാര്യമല്ല. അതായത് ആ ചോദ്യം തന്നെ ഇപ്പൊ മതിയോ? ഇവിടെ ഇല്ലേ? ഉറങ്ങിപ്പോയ എല്ലാരും രാവിലെ തന്നെ? ക്ഷീണം മാറിയില്ലേ? യെസ്, ഒരാൾ ഇവിടെ ഉണ്ട്. ഇനി വേറെ ആരെങ്കിലും റിപ്ലൈ ചെയ്തോ? റോസ്ലിൻ, ലക്ഷ്മി ഉണ്ട്. ഞാനിങ്ങനെ പറയണോ അല്ലെ ഒന്ന് റിപ്ലൈ അടിക്കാൻ? നിങ്ങൾ ഇങ്ങനെ തമ്പിടുമ്പോ എനിക്ക് എന്താ പറയാ, എനിക്കൊരു മോട്ടിവേഷൻ ആണത്.
ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യണ്ട, അല്ലെങ്കിൽ ഞാൻ ഓർക്കും നിങ്ങൾ അവിടെ ഇല്ലേ, ഇത് വീഡിയോ ഓൺ ആക്കിയിട്ട് വേറെ വഴിക്ക് പോയോന്നൊക്കെ ഞാൻ വിചാരിക്കും. ഇടയ്ക്കൊക്കെ ഓരോ കമ്പ്യൂട്ടർ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോ. അപ്പൊ 5 വർഷം മുന്നേ ചോദിച്ച ചോദ്യങ്ങള്, ആ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ലീഗലി അത് സ്വീകാര്യമല്ല. The equal important Opportunity Commission, based on the federal legislation, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് provide guidelines to employers on what information can be requested from the candidates. കണ്ടോ, ഈ നമ്മള് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ, എല്ലാവർക്കും ഈക്വൽ തുല്യ അവകാശമുണ്ട് അല്ലെ, എംപ്ലോയ്മെന്റിന് തുല്യ അവകാശമുണ്ട്. അതിന് ബേസ് ചെയ്തിട്ട് കമ്മീഷൻ ഫെഡറൽ രജിസ്ട്രേഷനൊക്കെ ബേസ് ചെയ്തിട്ട് എന്തുണ്ട്, എംപ്ലോയേഴ്സിനോട് വാട്ട് ഇൻഫർമേഷൻ, എന്ത് ഇൻഫർമേഷൻ ആണ് കാൻഡിഡേറ്റ്സിനോട് ചോദിക്കേണ്ടത്, അത് അവർക്കുണ്ട്. അതിനൊരു ഗൈഡ്ലൈൻസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്താവുന്നത് എന്നുള്ളതിന് ഒരു മാർഗനിർദ്ദേശമുണ്ട്. സോ ആസ് ടു അവോയ്ഡ്, അത് എന്തിനു വേണ്ടിയാ, to avoid prejudge based on the സെക്സിനെ, റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ, ജാതി, റിലീജിയൻ, മതം, colors, national origin, age, disability or generic information, ഇതിനെ സംബന്ധിക്കുന്ന മുൻവിധി അത് ഒഴിവാക്കാൻ സാധിക്കുന്നു. So as to avoid prejudge based on, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രീജഡ്ജ്മെന്റ്, മുൻവിധിയില്ലേ, അത് ഒഴിവാക്കാൻ സാധിക്കുന്നു. Okay. Next, to facilitate effective and productive interview. ഇനി എന്തിനാണ്, ഫലപ്രദവും ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ, പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആട്ടോ, നല്ല റിസൾട്ട് ആണ്, ഗുഡ് റിസൾട്ട് കിട്ടാൻ പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട്, അതാണ് ഒരു ഫലപ്രദവും നല്ലൊരു ഇന്റർവ്യൂവിന്റെ റിസൾട്ട് സാധ്യമാക്കുന്നതിന്. For enabling productive interviews, the employers make the use of background information gathered with the help of application form. Right? Application form-ൽ നിന്ന് gather ചെയ്ത, ശേഖരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, അത് നമ്മളെ എന്തിന്, നമുക്ക് എന്തിനാ, ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാൻ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യൂലേ. For enabling productive interviews, ഒരു എന്താ, എംപ്ലോയേഴ്സ് മേക്ക് യൂസ് ഓഫ്, അവർ എന്തുപയോഗിക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, എവിടെന്ന്, gathered with the help ആപ്ലിക്കേഷൻ ഫോമിലൂടെ ശേഖരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അവർ ഉപയോഗിക്കുന്നു. എന്തിന്, നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട്, നല്ല ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി. Then application forms help in providing an unfiltered version of our applicant's work history. ആപ്ലിക്കേഷൻ ഫോം എന്തിനു സഹായിക്കുന്നു, ഹെൽപ്പിംഗ് പ്രൊവൈഡിങ് അൺഫിൽറ്റേർഡ്, ഫിൽറ്റർ ചെയ്യാത്ത, അതിൽ നിന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം അല്ലെ, അൺഫിൽറ്റേർഡ് വേർഷൻ, ഒരു പതിപ്പ് ഓഫ് ദ ആപ്ലിക്കൻസ് വർക്ക് ഹിസ്റ്ററി, ആപ്ലിക്കൻസിന്റെ വർക്ക് ഹിസ്റ്ററിയുടെ അവരുടെ ഹിസ്റ്ററി, ജോലി ഇതിനു മുന്നേ എവിടെയായിരുന്നു, എത്ര വർഷം നിന്നു, അങ്ങനെയൊക്കെയുള്ള അതിന്റെ ഒരു ഹിസ്റ്ററിയുടെ അൺഫിൽറ്റേർഡ് വേർഷൻ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോ. And experience to the employers. Then application forms are used to gather such information as it is easy for the candidate to exaggerate. Exaggerate എന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് കാണിക്കാം. Resumes. ഈ ആപ്ലിക്കൻസിന് നോക്കി, ആപ്ലിക്കേഷൻ ഫോംസ് ഇനി എന്തിനും കൂടി ഉപയോഗിക്കണമെന്ന് നോക്കി, ആർ യൂസ്ഡ് ടു gather such information as it is easy for the candidates to exaggerate resumes. ഈ കാൻഡിഡേറ്റ്സിന് ഈ റെസ്യൂംസ് ബയോഡാറ്റ അല്ലെ, ആ റെസ്യൂംസ് പെരുപ്പിച്ച് കാണിക്കാൻ എളുപ്പമായതിനാൽ, അതിന്റെ റെസ്യൂംസ് നമ്മള് ഇതാക്കുന്ന കാര്യങ്ങൾ അല്ലെ, ആ റെസ്യൂംസ് പെരുപ്പിച്ച് കാണിക്കാൻ എളുപ്പമായതിനാൽ അത്തരം വിവരങ്ങൾ ശേഖരിക്കാൻ ആപ്ലിക്കേഷൻ ഫോംസ് ഉപയോഗിക്കുന്നു. ഉണ്ടോ? അതായത് ഇപ്പൊ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് ആപ്ലിക്കേഷൻ ഫോമും റെസ്യൂമും തമ്മിലുള്ള ഡിഫറൻസ്, അതിനകത്ത് ഇതിനകത്ത് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് പറയാം, ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഗലായിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ സൈൻ ചെയ്യൂലേ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, അതൊക്കെ അടുത്തേക്ക് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ലീഗലായിട്ടുള്ള ഇതാണ്. റെസ്യൂം അല്ലെങ്കിൽ ബയോഡേറ്റ നമ്മൾ ഇതാക്കുന്നതാണ്, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഇതാണ് അല്ലെ റെസ്യൂം എന്ന് പറയുന്നത്. അപ്പൊ റെസ്യൂമില് എന്താണ്, ഈ ആപ്ലിക്കൻസിന് അവർക്കുടെ കാൻഡിഡേറ്റ്സിന്
കാൻഡിഡേറ്റ്സിന് അവരുടെ റെസ്യൂം പെരുപ്പിച്ച് കാണിക്കാൻ നമുക്ക് എന്താ എളുപ്പമായതിനാൽ അത്തരം വിവരങ്ങൾ ശേഖരിക്കാൻ ആപ്ലിക്കേഷൻ ഫോംസ് ഉപയോഗിക്കുന്നു. Then application forms ensure that everyone is on an equal footing as all the applicants are asked about the same information. Right? Application forms എന്താ ഉറപ്പുവരുത്തുന്നേ? എല്ലാവരും തുല്യരാണ്. ഇപ്പൊ ഒരു ജോലിക്ക് ഒരു 500 വേക്കൻസി ഉണ്ട്. 500 ആപ്ലിക്കേഷൻ ഫോമും സെയിം അല്ലേ? ആണോ? അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്ത ആപ്ലിക്കേഷൻ ഫോം അല്ല വേറെ ആൾക്ക് വേറെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കോ? എല്ലാവരും തുല്യരാണ് എന്ന് ആപ്ലിക്കേഷൻ ഫോം ഉറപ്പുവരുത്തുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ആപ്ലിക്കേഷൻ ഫോം എൻഷുർസ് ദാറ്റ് സെയിം. ഓക്കെ, വെരി ഗുഡ്. സെയിം ആണ്. 1000 കാൻഡിഡേറ്റ്സ് 1000 പേർക്കും സെയിം ആപ്ലിക്കേഷൻ ഫോമാണ്. അതാണ് ആപ്ലിക്കേഷൻ ഫോം എന്തുറപ്പുവരുത്തുന്നു? എല്ലാവരും തുല്യരാണെന്ന് ആപ്ലിക്കേഷൻ ഫോം ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ നോക്കിയേ, ആസ് ഓൾ ദ ആപ്ലിക്കൻസ് ആർ ആസ്ക്ഡ് അബൌട്ട് ദ സെയിം ഇൻഫർമേഷൻ. സെയിം ഇൻഫർമേഷൻ ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. Application forms are used by employers in order to rapidly identify problems like job hopping, criminal history, and ineligibility to work in the country. You know, application forms എന്തിനും കൂടി ഉപയോഗിക്കുന്നു employers? Rapidly identify the problems. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ. ഏത് ജോബ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചിങ് ജോബ്. ഇടയ്ക്കിടയ്ക്ക് ജോലി മാറാനുള്ള സാധ്യതയില്ലേ? അതാണ് ജോബ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ജോലികൾ ഇടയ്ക്കിടയ്ക്ക് മാറാനുള്ള സാധ്യത, അതൊരു പ്രശ്നമല്ലേ? ഇപ്പൊ കുറച്ച് ദിവസം ഈ ജോലി നിന്നു, അത് കഴിഞ്ഞ് വേറെ ജോലിയിലേക്ക്, പിന്നെ കുറച്ച് ദിവസം വേറെ, സ്ഥിരത ഇല്ലാത്ത രീതിയിൽ അങ്ങനെയുള്ള പ്രശ്നം. ക്രിമിനൽ ഹിസ്റ്ററി, ഇനി ആ ക്യാമ്പസിന് വരെ ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടാവും. ആൻഡ് ഇൻഡിജിബിലിറ്റി, നമുക്ക് എന്താണ്? ബുദ്ധിശക്തി, ഇന്റലിജന്റ് ടു ദ വർക്ക് ഇൻ ദ കൺട്രി. അതെല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും എംപ്ലോയേഴ്സിന് ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ സാധിക്കുന്നു. ക്ലിയർ ആണോ? ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടാ. യെസ്. ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ, വെരിഫിക്കേഷൻ ആണ്. നാലാമത്തെയാണ് വെരിഫിക്കേഷൻ. ആ എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോംസ് ഡിഫേഴ്സ് ഫ്രം റെസ്യൂം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം റെസ്യൂമിൽ നിന്ന് വ്യത്യാസമാണ്. എന്താ? ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞത് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് സൈൻഡ് ബൈ ദ ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസ് സൈൻ ചെയ്യുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ഏത്? ആപ്ലിക്കേഷൻ ഫോം. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇത് റെസ്യൂമിൽ നിന്ന് വ്യത്യാസമാണ്. നമ്മൾ ലാസ്റ്റ് അതിനകത്ത് സൈൻ ചെയ്യേണ്ട മുകളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം എന്റെ അറിവിലും എല്ലാം ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് നമ്മൾ സൈൻ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോമില് അല്ലേ? എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നൽകിയത്. അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ആര് സൈൻ ചെയ്തത്? കാൻഡിഡേറ്റ്സ് സൈൻ ചെയ്തിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. നോക്കിയേ, ടു സർട്ടിഫൈ ദാറ്റ് ദ ട്രൂ ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദ അവര് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ കറക്റ്റ് ആണ്, ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്ന് ഉറപ്പുവരുത്താണ് നമ്മൾ, അല്ലെ? സൈൻ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഉറപ്പ് കൊടുക്കല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം, മുകളിൽ പറഞ്ഞ വസ്തുതകളെല്ലാം ശരിയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഒപ്പിടുകയാണ്. അപ്പൊ ആപ്ലിക്കൻസ് തന്നെ എന്ത് ചെയ്യുന്നു? സൈൻ ചെയ്ത ലീഗൽ ഡോക്യുമെന്റ് ആണ്. അവിടെ ഞങ്ങളുടെ കറക്റ്റ് ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എന്താ സർട്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. A paragraph on most application forms provide warning that omissions or false omissions എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യാം. or the false information on the form may result in applicants being rejected. ഇനി തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കണ്ടെത്തിയാലോ? വാണിംഗ് തന്നില്ലേ? നിങ്ങൾ ഈ രേഖപ്പെടുത്തിയതിൽ എന്തെങ്കിലും കാര്യം തെറ്റാന്ന് കണ്ടെടുക്കുകയാണെങ്കിൽ അവരെ റിജക്ട് ചെയ്യാം, അല്ലെ? ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. being rejected or employee being fired. എന്ത് ചെയ്യുന്നു? അവരെ പുറത്താക്കുന്നു. ആ കാൻഡിഡേറ്റ്സിന് പുറത്താക്കും. ഇനി ആപ്ലിക്കേഷൻ ഫോമില് എന്തെങ്കിലും തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തുന്നത് എന്ന് അവരെ അത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. ആ കാൻഡിഡേറ്റ്സിനെ അതിൽ നിന്ന് പുറത്താക്കും. ക്ലിയർ ആണോ പറയണേ? ഇൻ അഡീഷൻ, അതിനോടൊപ്പം തന്നെ in addition, application forms may contain statement. ഇനി എന്തുകൂടി ഉണ്ട്?
Application form il endu kudi undu? In addition, application form may contain statement giving hiring employers permission for examining records, conducting background or credit check, and examining contact references and previous employers. ഇതിനുള്ള അനുമതി, ഇതിനുള്ള വ്യവസ്ഥകള് ഈ എന്താണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുന്നു. എന്താണ് എന്തുള്ള വ്യവസ്ഥ? എംപ്ലോയീസിനെ ഹിയർ ചെയ്യാൻ, ഫോർ എക്സാമിനിങ് റെക്കോർഡ്സ് എക്സാമിൻ ചെയ്തിട്ട് എംപ്ലോയീസിനെ നിയമിക്കാൻ, കണ്ടക്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ടക്ട് ചെയ്യാൻ, ഓർ ക്രെഡിറ്റ് ചെക്സ് ക്രെഡിറ്റ് ചെയ്യാൻ, കണ്ടാക്ട് റെഫറൻസ് എക്സാമിൻ ചെയ്യാൻ, ആൻഡ് പ്രീവിയസ് എംപ്ലോയേഴ്സ് ഇതിനൊക്കെ അല്ലെ എന്നിവ പരിശോധിക്കുന്നതിനുള്ള ഒരു അനുമതി നൽകുന്നു. അനുമതി നൽകുന്നുള്ള വ്യവസ്ഥ ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുന്നു. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടന്റ് ആണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഉള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്ത അത്രയും എല്ലാവരും ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇന്ന് തന്നെ വായിച്ചു വെക്കണം. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ.